വ്യൂവേഴ്സ്, അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി റവ കേസരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നമ്മളൊരു സ്പെഷ്യൽ ഫ്ലേവറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ അധികം മധുരം കാണത്തില്ല. ഇനി റവ വേവിക്കാനായിട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൻ്റെ അളവെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയും പിന്നെ 1/4 കപ്പും കൂടി വെള്ളം. അതായത് 1/2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളം, 1 കപ്പ് റവയാണെങ്കിൽ 2/4 കപ്പ് വെള്ളം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫുള്ള് വെള്ളം മാത്രം എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് പാലും കുറച്ച് വെള്ളം എടുക്കാം. പാല് ചേർക്കുമ്പം കേസരി കുറച്ചുകൂടെ നല്ല സോഫ്റ്റും ആയിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാല് ഒഴിവാക്കണമെന്നുള്ളവർക്ക് ഫുള്ള് വെള്ളം മാത്രം എടുക്കാം. ഇനി ഇത് ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കേസരിക്ക്. അപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. പിന്നെ കുറച്ച് നെയ്യ് വേണം, കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും വേണം. ഇതിനൊന്നും കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഒരല്പം ഫുഡ് കളർ, ഒരു 2 നുള്ള് യെല്ലോ ഫുഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമില്ല, കളർ ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. കേസരിക്ക് വെള്ള കളറായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിത് റെഡിയാക്കാം. ഇനി ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ ഒരല്പം നെയ്യ് ഒന്ന് തേച്ച് വെക്കാവേ. സൈഡിലും താഴെയൊക്കെ നമ്മൾ കേസരി ഉണ്ടാക്കിയിട്ട് ഇതിനകത്താണത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ നിറം ഒന്നും മാറരുത്, ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ചെറുതായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരും, അത്രയും മതി. പിന്നെ ഈ റവ കേസരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്, അടിയിൽ പിടിക്കാതിരിക്കും. ഇപ്പോൾ റവ ഇപ്പോൾ ഒന്ന് മൂത്തിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്, അതിൻ്റെ നിറം ഒന്നും മാറിയിട്ടില്ല. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ ഒരല്പം കൂടി നെയ്യ് ഒഴിക്കാം, 1 ടീസ്പൂൺ നെയ്യ്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ പാനിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് പാലും ഒഴിക്കാം. ഈ വെള്ളവും പാലും ഒത്തിരി തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. ഒത്തിരി തിളച്ചിട്ട് നമ്മൾ റവ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പോവാണ്. റവ ഇട്ടിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കുക, കട്ട പിടിക്കുന്നതിന് മുന്നേ നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ വെള്ളമൊക്കെ റവയിലോട്ടങ്ങ് പിടിക്കും. ഇത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മളിത് ഏറ്റവും ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ചെയ്യുമ്പം റവ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, ഒത്തിരി ഡ്രൈ ആയി പോയിട്ടുണ്ടോ അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. കണ്ടോ, റവ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് കുഴപ്പമില്ല, നമ്മളത് ഇനി പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ശരിയായിക്കോളും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് പഞ്ചസാര, ഇനി ഫുഡ് കളർ ചേർക്കാം. ഞാൻ അതിനകത്തൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫ്ലേവറിനായിട്ടുള്ള പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്ട്രോങ് ഫ്ലേവറായി പോവും, അപ്പോൾ കുറച്ച് മതി. അതല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുക, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര അലിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ അത് പെട്ടെന്ന് തന്നെ റവയിലോട്ട് പിടിച്ചിട്ട് അത് വീണ്ടും കട്ടിയായി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കട്ടയൊക്കെ ഉടച്ച് എടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ 3 വലിയ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. കേസരി ഒന്നും നമുക്ക് ഒത്തിരി നെയ്യ് കുറച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നെയ്യ് ചേർത്താലേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലും കൂടുതൽ നെയ്യൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ ആകുമ്പം കേസരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരിക്കും നല്ല നെയ്യിൽ ഇങ്ങനെ കുതിർന്നിരിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഈ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ആ റവയിലോട്ട് നെയ്യ് നന്നായിട്ട് പിടിക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നെയ്യൊക്കെ നല്ലതായിട്ട് ആ റവയിൽ പിടിച്ച് വരണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ചെറിയ തീയിൽ തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് ഷേപ്പിൽ സെറ്റ് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ചെറിയ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അതിനകത്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തും കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് ഇത് മാറ്റുവാണ്. ഓക്കെ, ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണേ, അതൊരു ഷേപ്പിൽ കിട്ടാനായിട്ടാണേ. ഇത് നിങ്ങളൊരു സ്ക്വയർ പാത്രത്തിൽ ഒഴിക്കുവാണെങ്കിൽ, അതായത് പരന്ന പാത്രത്തിൽ ഒഴിക്കുവാണെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേസരി റെഡി. ഇതൊരു പാത്രത്തിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ പൈനാപ്പിൾ എസൻസിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഏലക്കാപ്പൊടിയേക്കാളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.